നമസ്കാരം. വേർപിരിയുകയാണെന്ന് പ്രഖ്യാപിച്ച് 2 വർഷത്തിനു ശേഷം ഔദ്യോഗികമായി വിവാഹമോചന നടപടികളിലേക്ക് കടന്നവരാണ് ധനുഷും ഐശ്വര്യ രജനീകാന്തും. ചെന്നൈയിലെ കുടുംബ കോടതിയിൽ ധനുഷും ഐശ്വര്യയും വിവാഹമോചന ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. 2 വർഷം മുൻപ് വിവാഹമോചിതരാവാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന നടൻ ധനുഷിന്റെയും സംവിധായിക ഐശ്വര്യ രജനീകാന്തിന്റെയും പ്രഖ്യാപനം അവിശ്വസനീയതയോടെയാണ് ആരാധകർ കേട്ടത്. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 13B പ്രകാരമാണ് ഇപ്പോൾ രണ്ടുപേരും വിവാഹമോചനത്തിനായുള്ള അപേക്ഷ നൽകിയത്. ഇതിന്റെ നിയമ നടപടികൾ ഉടൻ ആരംഭിക്കും. 2022 ജനുവരിയിലാണ് തങ്ങൾ വേർപിരിയുകയാണെന്ന് ധനുഷും ഐശ്വര്യയും അറിയിച്ചത്. കോളിവുഡ് സിനിമയിൽ നിരവധി വിവാദങ്ങൾ നേരിടേണ്ടി വന്ന താരമാണ് ധനുഷ്. തുടക്കകാലത്ത് രൂപത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളായിരുന്നു ചർച്ചകളുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം പലതരം പ്രണയബന്ധങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് ഉയർന്നു വന്നത്. ശ്രുതി ഹാസൻ, തൃഷ കൃഷ്ണൻ എന്നിവരുമായി പല രീതിയിലുള്ള ബന്ധങ്ങൾ ധനുഷിനുണ്ടായിരുന്നെന്ന് പലരും പറഞ്ഞിരുന്നു. ഐശ്വര്യ രജനീകാന്തുമുള്ള ദാമ്പത്യ ജീവിതം ആസ്വദിക്കുന്നതിനിടയിലും മറ്റു പല ബന്ധങ്ങളും ധനുഷ് മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നായിരുന്നു അഭ്യൂഹം. ധനുഷിനെ നായകനാക്കി 2012 ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ചിത്രമാണ് 3. ചിത്രത്തിൽ ശ്രുതി ഹാസനും അഭിനയിച്ചിട്ടുണ്ട്. ധനുഷിന് ശ്രുതി ഹാസനുമായി വിവാഹിതര ബന്ധമുണ്ടെന്ന് അഭ്യൂഹങ്ങൾ വന്നു. മാത്രമല്ല, ഇതിന്റെ പേരിൽ ഐശ്വര്യ രജനീകാന്തും ധനുഷും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. സുഹൃത്തായ ശ്രുതിയെ 3 എന്ന സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഐശ്വര്യ തന്നെയാണ്. എന്നാൽ സിനിമയുടെ പ്രൊമോഷന്റെ സമയത്തെല്ലാം ശ്രുതിയുടെ പേരിൽ ഐശ്വര്യയും ധനുഷും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ ശ്രുതിയോട് ഇത്തരം അഭ്യൂഹങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ താരം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എന്റെ പുറകിൽ ഒരു മൈക്രോ ചിപ്പ് ഒട്ടിച്ചു വെക്കാൻ ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും സത്യം അറിയാൻ സാധിക്കുമല്ലോ, അല്ലേ? ഈ ഇൻഡസ്ട്രിയിൽ ധനുഷ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആളുകൾ ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു എന്ന് കരുതി ധനുഷ് എന്നെ സഹായിച്ചതൊന്നും ഞാൻ മറക്കാൻ പോകുന്നില്ല. ധനുഷ് എന്ന പേരിനൊപ്പം സംസാര വിഷയമായ മറ്റൊരാളാണ് തൃഷ കൃഷ്ണൻ. 2015 വരുൺ മനിയൻ എന്ന ആളുമായി തൃഷയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയില്ല. അതിന് കാരണം ധനുഷാണെന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ പറഞ്ഞത്. അതായത്, തൃഷയും ധനുഷും നല്ല സുഹൃത്തുക്കളാണ്. ഇരുവരും തമ്മിൽ പങ്കെടുത്ത പലതരം പരിപാടികളിൽ നിന്നുള്ള ഫോട്ടോകൾ അന്ന് വൈറലായിരുന്നു. സ്വാഭാവികമായും ആ ഫോട്ടോകൾ ഇരുവരും തമ്മിൽ പ്രണയബന്ധമുണ്ടെന്ന തരത്തിലേക്ക് വാർത്തകളെത്തി. താൻ ധനുഷിനോട് മാത്രമല്ല, ധനുഷിന്റെ ഭാര്യ ഐശ്വര്യയുമായും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്ന് ഒരു സുഹൃത്തിനോട് ഒരിക്കൽ തൃഷ പറഞ്ഞിരുന്നു. 2004 ആണ് ധനുഷും ഐശ്വര്യയും ഒരുമിക്കുന്നത്. അന്ന് ധനുഷിന് വയസ്സ് 21. ഇരുവർക്കും 2 ആൺമക്കളുണ്ട്. നേരത്തെ തന്നെ ഇരുവരും തമ്മിലുള്ള വേർപിരിയൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ 2022 ഒഫീഷ്യൽ ഇവർ ഈ കാര്യം പറയുന്നത്. കോളിവുഡിൽ നിന്ന് പിന്നീട് ബോളിവുഡിലും ഹോളിവുഡിൽ ധനുഷിനെ തേടി അവസരങ്ങൾ വന്നു. ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറി. തുടക്കത്തിൽ കല്ലെറിഞ്ഞവർ പിന്നീട് ധനുഷിനൊപ്പം നിന്നു. അതായിരുന്നു ധനുഷിന്റെ വിജയം. അച്ഛനായ കസ്തൂരി രാജയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തുള്ളുവതോ ഇളമൈ എന്ന ചിത്രത്തിലൂടെയാണ് ധനുഷ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് കാതൽ കൊണ്ടേൻ, തിരുടാ തിരുടി തുടങ്ങി നിരവധി സിനിമകൾ വന്നു. 2006 പുതുപ്പേട്ടൈ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച് ധനുഷ് അതിനുശേഷം ഓരോ സിനിമകളിലും വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യാനും ശ്രമിച്ചു. പാണ്ടി എന്ന ചിത്രത്തിന് ശേഷം ധനുഷ് സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന സിനിമയാണ് രായൻ. ചിത്രം ഈ മാസം തിയേറ്ററിലെത്തും.